അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ധനസുമൂർത്തി സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ തെളിവുകൾ, ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഇപ്പോഴും ഡൽഹി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒപ്പം അറസ്റ്റിലായ പലരും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ട് ഈ കൂട്ടം മാത്രം ഇങ്ങനെ അകത്ത് കിടക്കുന്നു, 5 വർഷമായി വിചാരണ പോലും നേരിടാതെ എന്തുകൊണ്ട് അകത്ത് കിടക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും കോടതിയിൽ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കൃത്യമായ മറുപടി പറയാനുള്ള ബാധ്യത അത് ഡൽഹി പോലീസിന്റെ ഇല്ലേ? ഡൽഹി പോലീസിന്റെ വാദമുഖങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അക്കാര്യത്തിൽ ഒരു മറുപടി പറയാൻ ഡൽഹി പോലീസ് ബാധ്യസ്ഥരല്ല. കാരണം വാദങ്ങളെല്ലാം പൂർത്തിയായതാണ്. ആദ്യം പ്രതികൾ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഡൽഹി പോലീസ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഈ സത്യവാങ്മൂലത്തിന് എതിരായിട്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെ രേഖാമൂലം തന്നെയാണ് അഭിഷേക് മനു സിംഗ്വി, കപിൽ സിബൽ തുടങ്ങിയ അഭിഭാഷകർ എഴുതി നൽകിയത്, അവർ വാദിച്ചത്. അതുകൊണ്ട് ഇനിയൊരു വാദം നിൽക്കുന്നില്ല. മറിച്ച് ഇതൊരു ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടത് പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ജാമ്യാപേക്ഷ ഡിസംബറിലാണ് വിധി പറയാൻ മാറ്റിവെച്ചിരുന്നത്. അതിനുശേഷം എന്ന് ജാമ്യാപേക്ഷയിൽ വിധി വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തിട്ടമുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ തരത്തിലുള്ള സമ്മർദ്ദം, അത് ആഗോള സമ്മർദ്ദം കൂടി ഇപ്പോൾ ഈ കേസിൽ വന്നിരിക്കുകയാണ്. കാര്യം മംദാനി ചുമതലയേറ്റപ്പോൾ തന്നെ ന്യൂയോർക്ക് മേയർ കത്തയക്കുന്നു, ജോത്സനയ്ക്ക് കത്തയക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിക്കാണ്, ഒമർ ഖാലിദിന്റെ കൂട്ടുകാരിക്കാണ് കത്തയക്കുന്നത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ 8 അമേരിക്കയിലെ സെനറ്റർമാർ അടക്കമുള്ളവർ, കോൺഗ്രസ് അംഗങ്ങൾ അടക്കമുള്ളവർ കത്തയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് കൃത്യമായ നിയമ പരിപാലനം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു ക്രോസ് ചെക്ക് ചെയ്യണം. കാര്യം ഇതുവരെ ഈ ഇത്തരത്തിലുള്ള വിചാരണ ആരംഭിക്കുക പോലും ചെയ്യാതെ ഇത്രയും ചെറുപ്പക്കാർ 5 വർഷമായി ജയിലിൽ കിടക്കുന്നത് ഇന്ത്യ കൃത്യമായി പരിഗണിക്കണം. ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്ക് നാണക്കേടാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ സമ്മർദ്ദം രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ എന്താണ് നടക്കുന്നത് ധനസുബോധ? ഇനി ഈ വിധി പ്രസ്താവത്തിനായി ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമെന്നാണോ? ഇപ്പോൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിധി ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് തങ്ങൾ ഇതുപോലത്തെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്, അതിനുള്ള ഒരു ന്യായീകരണമാണ് ആദ്യം പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിധിയിൽ ഏതൊക്കെ തരത്തിലുള്ള വാദമുഖങ്ങൾ, അതായത് പ്രതികൾ ഇത്തരത്തിലുള്ള വാദമുഖങ്ങളാണ് ഉന്നയിച്ചത്, അതിനെ എതിർത്തുകൊണ്ട് ഡൽഹി പോലീസ് അവരുടെ ന്യായീകരണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്, അതിനെ എതിർത്തുകൊണ്ട് എങ്ങനെയാണ് പ്രതികൾ വാദമുഖങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഓരോ വാദമുഖങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട പോയിന്റുകൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒരു വിധിന്യായം പുറത്തു വരുന്നത്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ എപ്പോഴും ആ തരത്തിൽ തന്നെയാണ് വിധിന്യായം മുന്നോട്ട് പോകാറുള്ളത്. കാര്യം ആദ്യം ഈ കേസിന്റെ ചരിത്രം, ഇതെങ്ങനെയാണ് കേസ് ഉത്ഭവിച്ചത്, കേസ് മുന്നോട്ട് പോയത്, ഏതൊക്കെ തരത്തിലുള്ള ഒരു നടപടികളാണ്, നിയമ നടപടികളാണ് ഉണ്ടായത്, വിചാരണ കോടതിയിലെ നടപടികൾ ഉണ്ടായി. ഇതുകൂടാതെ ഡൽഹി ഹൈക്കോടതിയിൽ എങ്ങനെയാണ് നടപടി സ്വീകരിച്ചത്, ആ ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉടലെടുത്തു, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോയത്, അത് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ മുൻ വിധിന്യായങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. ആ തരത്തിലുള്ള വാദങ്ങളാണ്, ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് ഈ വിധിന്യായത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആ വിധിന്യായത്തിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയും ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഇനിയുള്ള മുന്നോട്ട് എന്തായിരിക്കും ധനസുബോധ? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിവരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, സുപ്രീം കോടതി ഇപ്പോൾ വിധിന്യായത്തിൽ അറിയിച്ചിരിക്കുന്നത് കേസിൽ ഓരോരുത്തരുടെയും പങ്ക് പ്രത്യേകം പരിശോധിച്ചു എന്നാണ്. അതായത് ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇവരുടെ ഒരു പങ്ക് കൃത്യമായി പരിശോധിച്ച ശേഷം, വാദം കേട്ടതിന് ശേഷം, ദിവസങ്ങൾ നീണ്ട വാദത്തിന് ശേഷം മാത്രമാണ് ഇവർക്ക് ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുക. ഇവർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് ഈ 5 വർഷത്തെ ഇവരുടെ ഒരു യാതനകൾ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വിചാരണ കൂടാതെ ഇവർ ജയിലിൽ കഴിയുന്നതിന് ഒരു മറുപടി ആകും. അതേസമയം ജാമ്യം നിഷേധിച്ചാൽ ഇനി ഈ തരത്തിലുള്ള ഇവർക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. കാര്യം നേരത്തെ ഡൽഹി ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല തരത്തിലുള്ള ഒരു പങ്ക്, ഇവരുടെ ഒരു സംശയം ഇവരിലേക്ക് വരുന്നുണ്ട്. കാര്യം ഈ തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശമുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു ഡൽഹി ഹൈക്കോടതി എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. മാത്രമല്ല
ഇനി ഒരു പുനഃപരിശോധന ഹർജി നൽകാനുള്ള ഒരു സാധ്യത കൂടി അവരുടെ ജാമ്യം തള്ളിയാലുണ്ട്. കാര്യം ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും കോടതി ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടി പുനഃപരിശോധന ഹർജി കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷമുള്ള ഇവർക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു രീതി. പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ ആളുകൾ നിരവധി പേർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഒരേ കുറ്റം ചെയ്തു തന്നെ പല ആൾക്കാരെ പലതരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇതിനു മുമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കുള്ള 23 പേരിൽ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം ജാമ്യം അനുവദിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ എന്തുകൊണ്ട് ഇത് ഈ ജയിലിലെ ഒരു അനന്തമായി നീണ്ടുപോകും, ഇവരുടെ ഇടണം എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകം ചോദിക്കുന്നത്. ആ കാര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടാനാണ് സാധ്യത. പക്ഷേ എങ്കിൽ പോലും സുപ്രീം കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്കങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിധി അവസാനത്തെ വരി വായിക്കുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ജാമ്യാപേക്ഷയുമായി പലതവണ ഇവർ മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അന്നൊക്കെ ഉണ്ടായിരിക്കുന്ന അതൊക്കെ നിഷേധിക്കാനുള്ള കാരണങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കോടതി കടക്കുക, അല്ലേ ധനസുമോൻ? ഇപ്പോൾ ഈ വാദമുഖം നടത്തി കഴിഞ്ഞപ്പോൾ കോടതി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ പ്രതികളോട് തന്നെ